ബിടെക് കഴിഞ്ഞ് ഇനി കരിയർ പ്ലാൻ എന്താ? എംടെക്, MBA അതോ ജോലി? ഈ കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. ഓരോ കരിയർ ചോയ്സിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ബിടെക്കിന് ശേഷം എംടെക് തിരഞ്ഞെടുത്താൽ ഇത് നിങ്ങളുടെ അറിവിനെ ദൃഢമാക്കുകയും റിസർച്ച് ജോലികൾക്കായി യോഗ്യത നേടുകയും ചെയ്യും. പക്ഷേ അതിനൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും. കൂടാതെ ഉയർന്ന ശമ്പളമൊന്നും ഉറപ്പായിരിക്കുകയുമില്ല. MBA തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ബിസിനസ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും പ്രൊഫഷണൽസുമായി നെറ്റ്വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഇത് ചെലവേറിയതായിരിക്കാം. ചില MBA പ്രോഗ്രാമുകൾക്ക് ജോബ് എക്സ്പീരിയൻസ് ആവശ്യമായിരിക്കും. ഇനി കോഴ്സ് കഴിയുന്നതേ ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു ഏണിംഗ്സും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കിട്ടും. ബട്ട് ജോബ് മാർക്കറ്റിംഗിനെ കുറിച്ച് ഒന്നും അറിയാതെ ഏതെങ്കിലും ഒരു ജോലി തിരഞ്ഞെടുത്താൽ അത് ലോങ് ടേമിൽ സക്സസ് ഉണ്ടാവില്ല. നിങ്ങളുടെ സ്കിൽ തിരിച്ചറിഞ്ഞ് അപ്സ്കിൽ ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിനായി കരിയർ കൗൺസിലിംഗ് ട്രൈ ചെയ്യാം. സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. പ്രൊഫഷണൽസുമായി സംസാരിച്ചു നോക്കാം. ഇനി അപ്സ്കില്ലിംഗിലേക്ക് വന്നാൽ മികച്ച തൊഴിലവസരങ്ങളും ഉയർന്ന സാലറി നേടാവുന്ന വളരെ ഡിമാൻഡിംഗ് ആയ മേഖലകളിൽ ഒന്നാണ് IT ഫീൽഡ്. കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക് കോഡിംഗിൽ അപ്സ്കിൽ ചെയ്ത് ഈസിയായി IT-യിൽ കരിയർ സെക്യൂർ ആക്കാൻ കഴിയും. കോഡിംഗ് നിങ്ങൾക്ക് പറ്റിയ ഫീൽഡാണോ എന്ന് നോക്കിയാലോ? എൻട്രി നൽകുന്ന തികച്ചും ഫ്രീ ആയ കരിയർ ഗൈഡൻസ് സെഷനിലൂടെ എക്സ്പെർട്സുമായി സംസാരിച്ചു നോക്കൂ.